ഹായ്, ഞാൻ ഷബീർ ഷാപ്കോ ബിൽഡേഴ്സിൻ്റെ ഫൗണ്ടറാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ ഒരു ക്ലയൻറ്റ് ഡോക്ടർ ജസീന മാമിൻ്റെ കൂടെയാണുള്ളത്. ജസീന മാമിൻ്റെ വർക്ക് നമ്മൾ ലാസ്റ്റ് 3 ഇയേഴ്സായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നുണ്ട് ജസീന മാമുമായിട്ട്. അവരുടെ ഒരു ഡ്രീം പ്രോജക്റ്റായിട്ടുള്ള ഇതിൻ്റെ ഭാഗമാകാൻ നമുക്ക് വലിയ രീതിയിൽ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് വലിയ ഒരു ഹാപ്പിനെസ് ഒരു ഫീൽ ചെയ്തൊരു പ്രോജക്റ്റാണ്. കാരണം ജസീന മാമിൻ്റെ ഫാദറും അതുപോലെ തന്നെ ജസീന മാം ഇതിൻ്റെ ആർക്കിടെക്ചറൽ ടീം ഇവരെല്ലാം നല്ല രീതിയിൽ നമ്മളായിട്ട് കൊളാബറേറ്റ് ചെയ്തതിൻ്റെ പാർട്ടായിട്ട് ഒരു നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പ്രോജക്റ്റാണ്. നമുക്ക് ജസീന മാമിനെ പരിചയപ്പെടാം. മാം ഹായ്. ഹലോ. യെസ്, മാമിനെ കുറിച്ച് ഒന്ന് മാം ആരാണ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? യെസ്. ഡോക്ടർ ജസീന നെടുവഞ്ചേരി. ഞാൻ ഒരു ഗൈനക്കോളജിസ്റ്റാണ്. ഒരു 13 വർഷമായിട്ട് സലാല ഒമാനിലാണ് ഞാൻ വർക്ക് ചെയ്യുന്ന. ബുർജിൽ ഹോൾഡിംഗ് ഗ്രൂപ്പിൻ്റെ ഹോസ്പിറ്റൽ അവിടുത്തെ ഗൈനക്കോളജിസ്റ്റ് പ്ലസ് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് മെഡിക്കൽ ഡയറക്ടറാണ്. ഈ വീട് നമ്മൾ സീറോ സ്റ്റുഡിയോ വഴിയാണ് നിങ്ങളെയും പരിചയപ്പെടുന്നത്. നിങ്ങളെ റിക്രൂട്ട് ചെയ്തതും അവരാണ് നമുക്ക് നിങ്ങളെ പരിചയപ്പെടുത്തി തന്നത്. നിങ്ങളുടെ വർക്കെല്ലാം നമുക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. കാരണം അവർ മനസ്സിൽ കണ്ടത് നിങ്ങൾ അത് റിയാലിറ്റിയിൽ കൊണ്ടുവന്നു. ആൻഡ് ഐ വാസ് സോ ഹാപ്പി ദാറ്റ് നിങ്ങൾ അതിനൊരു പേഴ്സണലി ഒരു ലുക്ക് ഉണ്ടായിരുന്നു. അതിൻ്റെ ക്വാളിറ്റി, സേഫ്റ്റി ആൻഡ് അങ്ങനത്തെ ഒരു കാര്യത്തിൽ നിങ്ങളും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. നമുക്ക് അതായിരുന്നു വേണ്ടത്. അത് നിങ്ങൾ നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. ഈ മാമിൻ്റെ ഒരു ഡ്രീം പ്രോജക്റ്റ് ആണുള്ളത്. ഇത് ശരിക്കും എത്ര വർഷമായി ഈ ഒരു പ്രോജക്റ്റ് പ്ലാൻ ചെയ്യാൻ? ഞാനൊരു 4 to 5 ഇയേഴ്സ് ഇതിൻ്റെ പിന്നാലെ നടക്കുന്നു. ഒരു വർഷം ഞാൻ ആർക്കിടെക്റ്റിനെ തപ്പി നടന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സീറോ സ്റ്റുഡിയോക്കാരിൽ എത്തിയത്. മിസ്റ്റർ ഹഫീഫ് ആയിരുന്നു ഇതിൻ്റെ പ്രിൻസിപ്പൽ ആർക്കിടെക്ട്. അത് അതിലൊരു സാഡ് സ്റ്റോറി ഉണ്ടായത്. അവർ നമ്മൾ ഈ പ്രോസസ്സ് തുടങ്ങിയതിന് ശേഷം അവർ ഒരു ഇമോഷണൽ ഇതും കൂടെ ഉണ്ട്. കാരണം അവരൊരു ഡ്രീമും കൂടെ, ദേ ഹാവ് എ ഡ്രീം ദാറ്റ് ഓൾസോ കെയിം ത്രൂ ദിസ് പ്രൊജക്റ്റ്. അപ്പോൾ അവർ മരണപ്പെട്ടപ്പോൾ നമുക്കുണ്ടായിരുന്ന ഒരു കൺസേൺ ഉണ്ടായിരുന്നു, വിൽ ഐ ബി ഏബിൾ ടു ഗോ അഹെഡ് വിത്ത് ദ പ്രൊജക്റ്റ്. കാരണം നമുക്കിത് വേറെ ആർക്കും കൊടുക്കാൻ എനിക്ക് അങ്ങനെ ഒരു സാറ്റിസ്ഫൈഡ് ആയ ആൾക്കാരെ കിട്ടിയില്ല. പിന്നെ ദേവർ 100% ട്രസ്റ്റ് വർത്തി. പിന്നെ അവർ തന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. ആ കോൺഫിഡൻസിലാണ് പിന്നെ നമ്മൾ മുന്നോട്ട് പോയത്. അങ്ങനെയാണ് നമ്മൾ കുറേ കൊട്ടേഷൻസ് എടുത്ത് ആ കൊട്ടേഷനിൽ ഒരാളായിരുന്നു ഷാപ്കോ ബിൽഡേഴ്സ്. ആൻഡ് ദേ റെക്കമെൻഡ് സീറോ സ്റ്റുഡിയോക്കാർ നമുക്ക് റെക്കമെൻഡ് ചെയ്തതാണ് നിങ്ങളെ. അപ്പം നിങ്ങളുടെ വർക്ക് നല്ല ഭംഗിയിൽ കറക്റ്റ് ടൈമിൽ നമുക്ക് തീർത്ത് തന്നു. ആൻഡ് എനിക്ക് തോന്നുന്നു നിങ്ങൾ തന്ന കൊട്ടേഷനിലും കൂടുതൽ നമുക്ക് ചിലവൊന്നും ആയിട്ടില്ല. അതൊരു നല്ല കാര്യമാണ്. സീ വെൻ യു ഗീവ് എ കൊട്ടേഷൻ നമുക്കൊരു പ്ലാൻ ഉണ്ടാവും അല്ലേ, ഒരു സ്ട്രക്ചറിന് ഇത്രേ വരുള്ളൂ എന്നുള്ളൊരു പ്ലാൻ ഉണ്ടാവും. ആ പ്ലാൻ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തു. പിന്നെ എല്ലാവർക്കും ഒരു സം എമൗണ്ട് ഒരു 10% 20% എല്ലാവരും കരുതി വയ്ക്കും. there will be something which extra we have to do. അതിലപ്പുറത്തോട്ട് ഇല്ല. പിന്നെ എല്ലാവരും പറഞ്ഞൊരു കാര്യം, നിങ്ങളെ പ്ലാസ്റ്ററിങ് വാസ് വെരി വണ്ടർഫുൾ. അത് നമുക്ക് ഞാൻ ഇവിടെ അത് കഴിഞ്ഞ് വന്നിട്ട് ഈ വീട് കാണാൻ വന്നവരല്ലേ, ഈ റോഡിലൂടെ പോയവർ വരെ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബ്യൂട്ടിഫുള്ളി ഡൺ പ്ലാസ്റ്ററിങ്. എല്ലായിടത്തും ചിലവർക്ക് ഇങ്ങനെ പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ അതിലൊരു സ്മൂത്ത്നെസ് ഉണ്ടാവില്ല. ആൻഡ് ദ സ്ട്രക്ചർ ഓൾസോ നമുക്കിങ്ങനെ വീണ്ടും പൊളിച്ച് റീകൺസ്ട്രക്ട് ചെയ്ത് അങ്ങനത്തെ ഒരു അനുഭവം ഇല്ല. അപ്പം യു ഹാവ് ഡൺ എ ബ്യൂട്ടിഫുൾ ജോബ്. ഓക്കെ. ഈ ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയത്ത് മാമിനുണ്ടായിരുന്ന, അതായത് സ്വാഭാവികമായിട്ടും മാം വർക്ക് ചെയ്യുന്നത് ഒമാനിലാണ്. ഇവിടെ നാട്ടിൽ പ്രൊജക്റ്റ് നടക്കണേ, എന്നാലും ഉപ്പ ഉണ്ട്, ഇവിടെ നോക്കാൻ ആളുകളുണ്ട്. എന്നിരുന്നാലും ഒരു ത്രൂ ഔട്ട് ഒരു വലിയ രീതിയിൽ മോണിറ്ററിങ് മാം ഫിസിക്കലി നടക്കില്ല. അപ്പോൾ ആ ഒരു ശരിക്കും അത്ര ടെൻഷൻ ഉണ്ടായിരുന്നു? എനിക്ക് സത്യം പറഞ്ഞ ഒരു ടെൻഷനും ഇല്ലായിരുന്നു ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്ത് അവർ ഹാൻഡ് ഓവർ ചെയ്യുന്നവരെ. കാരണം എവറിത്തിങ് വാസ് സ്മൂത്ത്ലി ഹാൻഡിൽ. ഇപ്പം നിങ്ങളുടെ കാര്യത്തിലായാലും ഇപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഐ തിങ്ക് വാട്സപ്പ് വഴി നമ്മൾ കോൺടാക്ട് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ പക വയ്യെങ്കിലും എനിക്ക് അങ്ങനത്തെ ഒരു ടെൻഷനായിട്ടൊന്നും ഇല്ലായിരുന്നു. കാരണം ഇറ്റ്സ് എ ട്രസ്റ്റ് ബിറ്റ്വീൻ 2 of us അല്ലേ. നമ്മൾ ശരിക്കും കാണുന്നത് ഹൗസ് വാമിങ്ങിനാണ്. അതന്നെ ശരിക്കും നമ്മൾ 3 years ആയിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. എന്നിരുന്നാലും ഹൗസ് വാമിങ്ങിന്റെ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കുന്നു, ഡോക്ടർ ഇത്രയും ബിസി ആയിട്ട് എങ്ങനെ എല്ലാം കൂടെ മാനേജ് ചെയ്യുന്നത്? പക്ഷേ എനിക്കിതൊരു അത്ര ഒരു എന്താ പറയുക, മാനസികമായി തന്നൊരു സ്ട്രെസ്സോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ വിചാരിച്ച പോലെ സ്മൂത്തായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ചാലഞ്ചിങ് ടൈം ഏതെങ്കിലും സമയത്ത് ഉണ്ടായിട്ടുണ്ടോ ശരിക്കും കൺസ്ട്രക്ഷൻ നടക്കുന്നത്? ഇല്ല, ആകെ നമുക്ക് എനിക്കൊന്ന് കുറച്ച് കാര്യം ആർച്ച് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഡിസൈൻ ബേസ്, അതായത് സീറോ സ്റ്റുഡിയോയുടെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്, അത് കീപ്പ് ചെയ്യുന്നുണ്ടോ? ഉണ്ടായിരുന്നു. അവര് ശരിക്കും കോംപ്രമൈസ് ചെയ്യാൻ ഒന്നിനും റെഡി അല്ലാത്ത ഹഫീഫ് സാറിന്റെ ആ ഒരു പെർഫെക്ഷൻ ഇതിൽ എത്തില്ലേ എന്നുള്ള ആ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ അത് എത്താൻ പറ്റി എന്നുള്ള അത് 100%
യു ഓൾസോ ഡിഡ് ദ വർക്ക്, സീറോ സ്റ്റുഡിയോ ഓൾസോ ഡിഡ് ദാറ്റ് വർക്ക്. കാരണം എനിക്കും അതൊരു ഇതായിരുന്നു, അവരുടെ ഒരു ഡ്രീം. അവർക്കൊരു ഇപ്പം ഞാനൊരു ഗൈനക്കോളജിസ്റ്റാണ്. ഫോർ മീ, ഞാൻ ഒരു സ്ത്രീയെ ഒരു 9 മാസം കാണണം. ആ 9 മാസം കഴിഞ്ഞിട്ടാണ് ഒരു കുട്ടി ജനിക്കുക. ആ കുട്ടി ജനിക്കുമ്പോൾ നമുക്ക് അവർ തരുന്ന സാലറിയോ അവർ തരുന്ന ഫീസോ അല്ല ഇമ്പോർട്ടൻറ്റ്. ആ കുട്ടിയുടെ കരച്ചിലും ആ ലേഡി ഹാപ്പി ആയാലാണ് നമുക്ക് ഉണ്ടാകുന്നൊരു സന്തോഷം. ആ ഒരു ഹാപ്പിനെസ് ആയിരുന്നു എനിക്ക് ഈ വീട് ഉണ്ടായപ്പോൾ. കാരണം വാട്ട് ഹീ ടോൾഡ് മീ ഇൻ ദ 3D ബിഫോർ, ഈ ഇപ്പോഴൊന്നുമല്ല, ഒരു 3-4 വർഷം മുമ്പ് എനിക്ക് 3Dയിൽ അവർ എന്താണോ കാണിച്ചത്, ദാറ്റ് ഹാസ് കം ഇൻ ടു റിയാലിറ്റി. അത് എൻ്റെ മനസ്സിൽ എന്തായിരുന്നോ എനിക്ക് ഫുൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല. ദേ ഹാഡ് ബോട്ട് ഇറ്റ് ഓൺ പിക്ചേഴ്സ്. അത് ഒരു ടീം വർക്ക് തന്നെയായിരുന്നു. ആ ഒരു സമയത്തുണ്ടായിരുന്ന എന്താണോ അവർ ഡിസൈൻ ചെയ്ത് അവർ, അതായത് നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴും വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമുക്ക്, അതായത് 1 mm വരെ അവരത് വളരെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി അവരുടെ എഞ്ചിനീയറിംഗ് ടീമും അതുപോലെ തന്നെ ഒരു അഡ്മിൻ ലെവലിൽ വരെ ഭയങ്കര കമ്മ്യൂണിക്കേഷനിൽ വളരെ നമുക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് റിസൾട്ട് കിട്ടുമായിരുന്നു. ഡ്രോയിങ്സ് അയക്കുമ്പോൾ എനിക്കും അയക്കുമായിരുന്നു. പക്ഷേ ഐ എം നോട്ട് എൻ എഞ്ചിനീയർ. നിങ്ങളെപ്പോലെ എനിക്ക് മനസ്സിലാക്കാനുള്ള കഴിവില്ലാത്തതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ എന്ത് ഡ്രോയിങ് അയച്ചിട്ടെങ്കിലും എനിക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞാൽ ഈ സ്ക്വയർ ഫീറ്റും മില്ലിമീറ്ററും മനസ്സിലാവും. ആൻഡ് ദേ യൂസ് ടു ഗിവ് എ ഗുഡ് എക്സ്പ്ലനേഷൻ. നിങ്ങളും അതേപോലെ തന്നെയായിരുന്നു. എനിക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഐ തിങ്ക് ഐ യൂസ് ടു കോൺടാക്ട് യു. കമ്മ്യൂണിക്കേഷനിൽ അതായത് ഈസി ആയിട്ട് നിങ്ങൾക്ക് അതിലെന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടോ? അതിലൊന്നും യാതൊരു ബുദ്ധിമുട്ടില്ല. എനിക്കൊരു നിങ്ങളുടെ അടുത്ത് ഹാഷായി നിൽക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല. ഓക്കെ, നിങ്ങൾ ടൈമിന് തീർന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങളെ ചീത്ത പറയേണ്ട അവസ്ഥ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അതായത് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഈസി ആയിട്ട് ആൻസർ, സ്പെഷ്യലി നിങ്ങൾ ഒന്ന് ബിസി ഒരു ഡോക്ടറാണ് എന്നുള്ള രീതിയിലും, അതുപോലെ സ്പെഷ്യലി ഗൈനക്കോളജിസ്റ്റ് ആണ്, അപ്പോൾ നിങ്ങളുടെ ഫ്രീ ടൈം വളരെ കുറവായിരിക്കും സ്വാഭാവികമായിട്ട്. ആ സമയത്ത് നിങ്ങൾക്ക് ഇതായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു റിസൾട്ട് കിട്ടാൻ അല്ലെങ്കിൽ നമ്മൾ ആൻസർ കിട്ടാൻ വൈകിട്ടോ അങ്ങനത്തെ നമ്മുടെ ടീമിനെ കുറിച്ചോ, അതായത് ഇവിടെ വർക്ക് ചെയ്യുന്ന ലാബേഴ്സ് അതുപോലെ തന്നെ നമ്മുടെ സൈറ്റ് സൂപ്പർവൈസേഴ്സ്, എനിക്കൊന്ന് ഹനീഫ, ഹി വാസ് എക്സലന്റ് ആയിട്ട്. കാരണം പുള്ളിക്കാരൻ്റെ ഓരോ കല്ല് വന്നാലും ഞാനായിരുന്നു പറഞ്ഞിരുന്നത്, കല്ല് വരുമ്പോൾ നല്ല കല്ല് തന്നെ ആയിരിക്കണം, ക്വാളിറ്റി ഉണ്ടാവണം. എനിക്ക് ക്വാളിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. കാരണം നമ്മൾ ക്വാളിറ്റിയും സേഫ്റ്റി ഇല്ലാതെ ഒരു വീട് കുറേ കാശ് ചിലവാക്കി ഉണ്ടാക്കിയ അതിൽ ഞാൻ എല്ലായിടത്തും പറഞ്ഞു, നിങ്ങളടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു, സീറോ സ്റ്റുഡിയോ യു ഷുഡ് നോട്ട് കോംപ്രമൈസ് ഓൺ ക്വാളിറ്റി, ദാറ്റ് യു ഡിഡ്ന്റ് ഡു. അത് എനിക്കൊന്ന് ഹനീഫ അത് കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യും. ഹനീഫായിരുന്നു പ്രൊജക്ട് മാനേജർ. ഹനീഫ് അത് കൃത്യമായിട്ട് ഞാൻ കണ്ടിട്ടില്ലെങ്കിലും ബട്ട് എനിക്ക് കിട്ടുന്ന റിപ്പോർട്ട് അതായിരുന്നു. എൻ്റെ ഫാദർ വിളിച്ചു. തീർച്ചയായിട്ടും, അതായത് നമ്മളിപ്പോൾ ഒരു പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഒരു ലാറ്ററേറ്റ് ആണെങ്കിൽ അപ്പോൾ ക്വാളിറ്റി അവർ ഇവിടെ ഇറക്കുന്ന സാധനം ക്വാളിറ്റി മാറ്റം ഉണ്ടാവും എന്നല്ല, പ്രൈസിന് മാറ്റുന്നുണ്ടാവില്ല. അപ്പോൾ സ്പെഷ്യലി നമ്മളത് മോണിറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് തരാൻ പറ്റും. അത് മോണിറ്റർ ചെയ്യുന്നിടത്ത് മാത്രമേ റിസ്ക് എടുക്കേണ്ടുള്ളൂ. ശരിക്കും പേയ്മെൻറ്റിൽ റിസ്ക് കൊടുക്കണ്ട. കാരണം ഇവിടെ ലാറ്ററേറ്റിൻ്റെ പ്രൈസ് നല്ലതാണെങ്കിലും മോശമാണെങ്കിൽ ഇറക്കുമ്പോൾ നമ്മൾ കറക്റ്റ് കൊടുക്കണം. ഏത് മെറ്റീരിയലും ചൂസ് ചെയ്യുമ്പോഴും നമ്മൾ ഫോളോ ചെയ്തിട്ടുള്ള അത് തന്നെയാണ്. പിന്നെ എൻ്റെ അടുത്ത് ആൾക്കാർ പറയുന്ന കുറച്ച് കൺസെപ്റ്റ്സ് ഉണ്ടായിരുന്നു. എല്ലാ വീടും പണ്ടത്തെ പോലെ അല്ല, ചോർച്ച വരും നമ്മൾ ശരിക്കും മോണിറ്റർ ചെയ്തിട്ടില്ലെങ്കിൽ. പക്ഷേ എനിക്കതൊന്നും നിങ്ങളെ കൺസ്ട്രക്ഷനിൽ തോന്നിയില്ല. ഐ തിങ്ക് ദർ വാസ് നോട്ട് ഈവൻ എനി ലീക്ക് എനിവെയർ. അങ്ങനെ ലീക്കായിട്ടൊന്നും ഞാൻ നമ്മളിപ്പോൾ ഇത്രയും ദിവസം ഇവിടെ നിന്നിട്ടും ഇപ്പോൾ ആ മഴ പെയ്ത സമയത്തൊന്നും നമ്മളെവിടെയും ലീക്കൊന്നും. നിങ്ങൾ ഒരു ബിൽഡറെ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്ന കാര്യം എന്തായിരുന്നു ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ? നിങ്ങളിപ്പോൾ ആർക്കിടെക്റ്റിനെ ചൂസ് ചെയ്യുമ്പോൾ ശരിക്കും നിങ്ങളുടെ ഒരു ഡ്രീം റിയലൈസ് ചെയ്യാൻ, ആ കോൺസെപ്റ്റിനെ നിങ്ങൾക്ക് റിയലൈസ് ചെയ്യാൻ പറ്റുന്ന, അത് നിങ്ങളുടെ മനസ്സിലുള്ളത് ശരിക്കും നമ്മുടെ പ്ലോട്ടിൽ വരാൻ പറ്റുന്ന ഒരാളായിരിക്കണം. ശരിക്കും ഒരു ബിൽഡറെ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശരിക്കും നോക്കിയിരുന്നത് പ്രൈസ് മാത്രമായിരുന്നോ? അല്ല, ഫോർ മീ പ്രൈസ് വാസ് നോട്ട്, ഇറ്റ്സ് ഓൾസോ എ കൺസേൺ. ഞാൻ അത് കൺസേൺ അല്ല എന്ന് പറയില്ല, പക്ഷേ ഐ ഡിഡ്ന്റ് വാണ്ട് ടു കോംപ്രമൈസ് ക്വാളിറ്റി ആൻഡ് സേഫ്റ്റി ഓൺ പ്രൈസ്. So what I chose was quality. ക്വാളിറ്റി ഉണ്ടാവണം. ഞാൻ ഉണ്ടാക്കുന്ന ഒരു സ്ട്രക്ചർ ഇറ്റ്സ് നോട്ട് ഫോർ 1 year or 2 year. അതിനൊരു ലോങ് ടേം ക്വാളിറ്റി ഉണ്ടാവണമെങ്കിൽ എനിക്ക് നല്ലൊരു ക്വാളിറ്റി ഉള്ള ബിൽഡർ ആയിരിക്കണം. ദേ ഷുഡ് ബി പങ്ക്ച്വൽ ഇൻ ദാറ്റ്. നമുക്കൊരു കോൺട്രാക്റ്റ് തന്നിട്ടുണ്ടെങ്കിൽ ആ കോൺട്രാക്റ്റിൽ നിങ്ങൾക്കത് തീർത്ത് നമുക്ക് തരാൻ പറ്റണം, എന്നാലേ നമ്മളെ ബാക്കിയുള്ള വർക്കും നടക്കുകയുള്ളൂ. പിന്നെ ആ സേഫ്റ്റിയുടെ കാര്യത്തിലും എനിക്ക് ബുദ്ധിമുട്ടില്ല. പിന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ, ആ കമ്മ്യൂണിക്കേഷൻ നമ്മൾ തമ്മിൽ കറക്റ്റായിട്ട് പോയിട്ടില്ലെങ്കിൽ there is always a bridge അല്ലേ? പിന്നെ നമുക്ക് ആ ഒരു നല്ലൊരു സ്വരചേർച്ചയോടെ കൊണ്ടുവരാൻ പറ്റില്ല.
ഇതൊരു ടീം വർക്കിന്റെ ഒരു റിസൾട്ടാണ്. അതന്നെ. അത് നിങ്ങൾ ചൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടായിരുന്ന കൺസേൺ ഇപ്പൊ ഇന്ന് റിസൾട്ട്, അതായത് നമ്മളെ ഹൗസ് കഴിഞ്ഞു, ഇന്ന് നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്യുന്നത്? ശരിക്കും അത് ഫുൾഫിൽ ചെയ്തോ? ഐ എം സോ ഹാപ്പി, 100% ഹാപ്പി അബൌട്ട് ദാറ്റ്. അത് നിങ്ങൾ എൻറ്റയർ ടീം ഇപ്പോൾ സി ഐ കനോട്ട് സേ ദാറ്റ് ഓക്കെ നമ്മൾ ചിലപ്പോൾ ടോപ്പ് ലെവലിലായിരിക്കും ഒന്നും അറിയും. ദർ ആർ പീപ്പിൾ, എംപ്ലോയേഴ്സ് ഹു വർക്ക് ബിലോ അസ് അല്ലേ? അവർക്ക് നിങ്ങൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ കറക്റ്റ് അല്ലെങ്കിൽ അവർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യില്ല. സോ ദാറ്റ്സ് യുവർ ലീഡർഷിപ്പ് എഫേർട്സ്. ആ ലീഡർഷിപ്പ് നന്നായാലേ നിങ്ങൾ ടീം നന്നാവും. സോ ദാറ്റ്സ് വാട്ട് ഐ ഫൗണ്ട്. യുവർ ലീഡർഷിപ്പ് വാസ് എക്സലൻറ്റ്, സോ യുവർ ടീം വാസ് ഗുഡ്. താങ്ക് യു. ഇനിയിപ്പോൾ നിങ്ങൾ വീട് ഇപ്പോൾ ഹൗസ് വാമിങ് കഴിഞ്ഞു, ഇപ്പോൾ ഇത്രയും കാലത്തെ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസിൽ നമ്മൾ ഒരു വീട് ഉണ്ടാക്കുമ്പോൾ ഒരാൾ ശരിക്ക് ഫസ്റ്റ് മുതൽ നമ്മൾ സ്റ്റാർട്ടിങ് ഡേയിൽ റിവൈസ് എത്തുന്ന ദിവസം മുതൽ നിങ്ങൾ വിട്ടുപോയ അല്ലെങ്കിൽ ഇനിയും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് എന്ന് തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ, അതായത് അത് ശരിക്കും ഒരു ലേണിംഗ് ആയിട്ട് ഞങ്ങൾക്കും ലേണിംഗ് ആവും. യെസ്, എന്താണ് ശരിക്കും നിങ്ങൾ ഇനിയിപ്പോൾ തിരിച്ച് നിങ്ങൾ ആ ഒരു ഡേയിലെത്തുക, അപ്പോൾ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും? എന്താണ് നിങ്ങളുടെ ഒരു? ഞാൻ ആക്ച്വലി ഐ സ്റ്റാർട്ടഡ് റിസർച്ചിങ് ഓൺ ദാറ്റ്. ഓക്കെ. സി നമ്മൾ ഏത് ആളും ഒരു വീട് ഉണ്ടാക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? അവർക്കൊരു ഐഡിയ ഉണ്ടാവും. ദെൻ ഓൺലി ഐ ക്യാൻ ചൂസ് ദ കറക്റ്റ് ബിൽഡർ, ഐ ക്യാൻ ചൂസ് ദ കറക്റ്റ് ആർക്കിടെക്ട്, ഐ ക്യാൻ ചൂസ് ദ അതർ ടീംസ് ആസ് വെൽ. അതിപ്പോൾ ഇലക്ട്രിക്കലായി, പ്ലംബിംഗ് ആയി, ഇപ്പോൾ എനിക്കൊരു നോളജ് ഉണ്ടായാലല്ലേ അവർ പറയുന്നത് കറക്റ്റ് ആണോ എന്ന് അറിയാൻ പറ്റുള്ളൂ. സോ 1 year I did a research on everything. I had an idea. എനിക്ക് എല്ലാത്തിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായിരുന്നു. എങ്ങനെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് അവിടെ ജീവിക്കണമെങ്കിൽ എങ്ങനെ കംഫർട്ടബിൾ ആയിട്ട് പോകണം. സോ അതാണ് ഞാൻ നിങ്ങളുടെ അടുത്തൊക്കെ പറഞ്ഞു. ക്വാളിറ്റി മാത്രമല്ല, നിങ്ങളൊരു വീട് അത് ലീക്ക് പാടില്ല. ഇപ്പം സൺഷെയ്ഡ് ഇപ്പോൾ എല്ലാം നമുക്ക് സൺഷെയ്ഡ്സ് കുറവാണ്. അപ്പോൾ എനിക്കുണ്ടായിരുന്ന ഒരു കൺസേൺ ആയിരുന്നു, സൺഷെയ്ഡ് ഇല്ലാഞ്ഞാൽ മഴ പെയ്താൽ ചുമരിലോട്ട് വെള്ളം വരുമോ. പക്ഷേ നമുക്ക് അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടായില്ല. ഫ്രണ്ടിൽ മാത്രം അത് നമ്മൾ ആർക്കിടെക്റ്റ് ആദ്യത്തെ സമയത്തിൽ അത് ഓപ്പൺ ഏരിയ ആയിട്ടായിരുന്നു നമ്മൾ ഹോം തിയേറ്ററിൻ്റെ അവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹഫീഫ് അങ്ങനെയായിരുന്നു പ്ലാൻ ചെയ്തിട്ട്. സോ ദാറ്റ് മഴവെള്ളം ചുമരിൽ ഇടിച്ചിട്ട് താഴോട്ട് ഡ്രോപ്പ് ചെയ്യുക. പിന്നെ നമ്മൾ അത് കവർ ചെയ്തതാണ്, കാരണം നടക്കുമ്പോൾ വെള്ളം വേണ്ട. അപ്പോൾ അവരത് എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ ഇവിടെ നമുക്ക് വെള്ളം വീഴും. അപ്പം ഇത് നമുക്ക് ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് നേരത്തെ അത് മുൻകൂട്ടി കണ്ടാൽ അത് കുറച്ചും കൂടെ കുറയ്ക്കാം. അല്ലാതെ ആസെറ്റ് ഈ ബിൽഡിങ്ങിൽ എനിക്ക് വേറൊരു ഫോൾട്ടും ഞാൻ ബിൽഡിങ് എന്നുള്ളതല്ല, ഒരാളുടെ ഒരു ഡ്രീമാണല്ലോ വീട്. അപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ടോ വീടുണ്ടാക്കുമ്പോൾ പ്രത്യേകിച്ച്? അതായത് നമ്മൾ വീട് ഉണ്ടാക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഒരിക്കലും നിങ്ങൾ സിമെന്റിൽ കോംപ്രമൈസ് ചെയ്യരുത്. പിന്നെ കമ്പി, സ്റ്റീൽ, ബ്രാൻഡ്സ്. ഓക്കെ, ദാറ്റ് ഷുഡ് നോട്ട് ബി. അതുകൊണ്ടാണ് ആൾക്കാർക്ക് വീട് ലീക്കേജ് വരുന്നത്. ദ മിക്സ്ചർ ഷുഡ് ബി പ്രോപ്പർ. അപ്പോൾ നമുക്കും അതിനെക്കുറിച്ച് ഒരു നോളേജ് ഉണ്ടാകണം. ഹൗ മച്ച് സിമെൻറ്റ് ദേ ആർ മിക്സിങ്, ഹൗ മച്ച് മിക്സ്ചർ ദേ യൂസ് ഫോർ എ കോൺക്രീറ്റ്. അതൊക്കെ എല്ലാവർക്കും കുറച്ച് നോളേജ് ഉണ്ടായാലേ ഇവർ എന്താണ് യൂസ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവുള്ളൂ. അതന്നെ, അല്ലെങ്കിൽ നമുക്ക് സാറ്റിസ്ഫൈഡ് ആയില്ല. അപ്പോഴാണ് നമുക്ക് അയ്യോ ലീക്ക് ചെയ്ത് അവരെ കുറ്റം പറയും. അതിനുമ്പോ വേദം നമ്മൾ ആ സമയത്ത് തന്നെ we can change them. അല്ലേ? അപ് ടു ഡേറ്റ് ആയിട്ട് നമ്മൾ അതിന്റെ കൂടെ തന്നെ പോയി കഴിഞ്ഞാൽ ടെൻഷൻ. പിന്നെ മാർക്കറ്റിൽ മാർക്കറ്റ് ഈസ് വാസ്റ്റ് അല്ലേ? പലതും നമുക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഈ കാശിന് ഇത് വേണോ അതും കിട്ടും. ഇപ്പോൾ 1 ലക്ഷത്തിനുള്ളത് നിങ്ങൾക്ക് 10,000-നും കിട്ടുന്ന ഒരു മാർക്കറ്റാണ് അല്ലേ? അപ്പം നമ്മൾ അത് നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് വീട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനും അതിലൊരു കോംപ്ലിക്കേഷൻ ഇല്ലാതെ എല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് നമ്മൾ അതിൻ്റെ ഫോളോ ചെയ്ത് പോവുക എന്നുള്ളതാണ്. പിന്നീട് ഒരാളെ ബ്ലെയിം ചെയ്യാന്നുള്ളതിൽ കാര്യമില്ല, നമുക്ക് റിസൾട്ടാണ് വേണ്ടത്. അല്ലാണ്ട് സോ ദാറ്റ് ഷുഡ് ബി കറക്റ്റഡ് ദെൻ ആൻഡ് ദെൻ. അതാണ് എൻ്റെ ഒരു പോളിസി. യെസ്, ഓക്കെ. ഇനി നിങ്ങൾ ഈ ഒരു പ്രൊജക്റ്റ് കഴിഞ്ഞു, നിങ്ങൾ ഹാപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ഇനി ഷാപ്കോയെ ഒരാൾക്ക് സജസ്റ്റ് ചെയ്യോ? എന്താണ് അതിൽ? Of course, 100% I will suggest. I had already suggested to few of my friends. Okay. And 100% I will suggest because I was satisfied. Okay. അത് ഇതിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് പറയുന്നൊന്നുമല്ല, കാരണം 100% from my heart. Not only me, my entire family is satisfied. Okay. Thank you, ma'am. Yes. And I think you are the team leader and you are running it. എപ്പോഴും ഒരു ടീം ലീഡർ നന്നായാലേ ബാക്കിയുള്ള നന്നാവും അല്ലേ? ആ ടീം ലീഡർ ഇറസ്പോൺസിബിൾ ആയാൽ യുവർ ടീം വിൽ നെവർ ഗോ. തീർച്ചയായിട്ടും എൻ്റെ ടീമാണ് എൻ്റെ സ്ട്രെങ്ത്. അതായത് ടീമിനെ ഞാൻ എപ്പോഴും നമുക്കൊരു ടീം സ്ട്രക്ചർ ഉണ്ട്. എന്നിരുന്നാൽ പോലും നമ്മൾ അവരുമായിട്ട് ട്രാവൽ ചെയ്യും, അവരുമായിട്ട് പിന്നെ ഫുഡ് കഴിക്കാൻ പോകും.
അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പോൾ എവിടെയും അത് ഞാൻ എപ്പോഴും പറയാം, പ്രോബ്ലംസ് ഉണ്ടാവും. ഇപ്പോൾ ഏത് കമ്പനി ഇപ്പോൾ ഗൂഗിൾ ആണെങ്കിലും മൈക്രോസോഫ്റ്റ് ആണ്, ഇവർക്ക് കൊണ്ട് കസ്റ്റമർ കെയർ സപ്പോർട്ട്. ആർക്കും ഇഷ്യൂസ് വരാം, പ്രോബ്ലംസ് വരാം, അത് സോൾവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ ഏതിപ്പോൾ ക്ലൈൻ്റ് ആണെങ്കിലും ഞാൻ എപ്പോഴും പറയാതാണ്, നമുക്കൊരു പ്രോബ്ലം വരാം, മിസ്റ്റേക്ക് വരാം, തിരുത്തണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അല്ലാണ്ട് അക്സെപ്റ്റ് ചെയ്യണം. യെസ് അതെ തീർച്ചയായും. ഒരു ക്ലയന്റ് വിളിച്ചിട്ട് ഓക്കെ ഞാൻ നിങ്ങൾ ഇത് ചെയ്തത് ഇതില്ല എന്ന് അവിടെ തർക്കിക്കുന്നതിന് വി ക്യാൻ സീ വെദർ വി ക്യാൻ റെക്ടിഫൈ എന്ന് നിങ്ങൾ പറയുമ്പോൾ ഒരു ആർഗ്യുമെന്റ് അവിടെ ഇല്ല. തീർച്ചയായും. പക്ഷെ അങ്ങനത്തെ ഒരു ആർഗ്യുമെന്റ് ആവശ്യം എനിക്കും ഉണ്ടായിട്ടില്ല. കാരണം എനിക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഐ തിങ്ക് ഐ യൂസ് ടു കമ്മ്യൂണിക്കേറ്റ് ആൻഡ് യു യൂസ് ടു ഗിവ് മി എ പ്രോപ്പർ ആൻസർ. അപ്പൊ അവിടെ അതല്ല, ഞങ്ങൾ ചെയ്തത് തന്നെയാണ് ശരിയെന്ന് നിങ്ങൾ ആർഗ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരിക്കലും ഒരു നല്ല ടേംസിൽ പോകാൻ പറ്റില്ല. അതെ, നമുക്ക് ശരിക്കും ഇത് ചലഞ്ചിങ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഒരു ഡ്രീമാണ്, അതായത് നിങ്ങളൊരു ഡോക്ടറാണ്, നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നിങ്ങൾ വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ നിങ്ങളുടെ ഡ്രീം റിയലൈസ് ചെയ്യണം. ഞങ്ങൾ ഈ ഒരു സാധനം ചെയ്യുന്നത്, അതായത് അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള കാറ്റഗറിയിലുള്ള ലാബേഴ്സാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവരെ നമ്മൾ വിളിച്ച് നമ്മളൊരു ആർക്കിടെക്റ്റിൻ്റെ സ്കിൽഡ് ആയിട്ടുള്ള ആ നോളജ് ഇവരുടെ പകർന്നു കൊടുത്ത് അത് ഇംപ്ലിമെൻ്റ് ചെയ്ത് ഇത് നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യിക്കുക എന്നുള്ളത് ഭയങ്കര ചാലഞ്ചിങ് ആണ്. പക്ഷേ അത് എൻഡ് ഓഫ് ദി ഡേ അത് അങ്ങനെ ഒരു റിസൾട്ടിലോട്ട് നമുക്ക് എത്തിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഹാപ്പിനെസ്, നിങ്ങൾ ഹാപ്പി ആവുക എന്നുള്ളൊരു, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ആസ് എ ഗൈനക്കോളജിസ്റ്റ് നിങ്ങൾ ആ ഒരു ടൈമിൽ ഒരു പുതിയൊരു ബേബി ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഹാപ്പിനെസ് പോലെയാണ് ഞങ്ങളുടെ കംപ്ലീറ്റ് ആകുമ്പോൾ. എനിവേ താങ്ക് യു മാം ഫോർ ദിസ് ടൈം. താങ്ക് യു സോ മച്ച്.